പട്ടാപ്പകൽ നടുറോഡിൽ പൊന്നും പണവും കവർന്നെടുക്കുന്ന സംഭവങ്ങൾ നാട്ടിലെ പതിവ് വർത്തമാനമായി മാറുന്നുണ്ടോ? മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ വാഹനമിടിച്ചു വീഴ്ത്തി സ്വർണം കവർന്ന കേസിൽ ഇന്ന് 4 പ്രതികളെയാണ് പോലീസ് പിടികൂടിയത്. സംഘത്തിലെ 5 പേരെ ഇനിയും പിടികൂടാനുണ്ട്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഇത് ആദ്യ സംഭവമല്ല. 2 മാസത്തിനിടെ ഇത്തരത്തിൽ നടക്കുന്ന 3ാമത്തെ കവർച്ചയായിരുന്നു പെരിന്തൽമണ്ണയിലേത്. തൃശൂരിൽ യുവാക്കളെ കാർ തടഞ്ഞ് 2.5 കിലോ സ്വർണം കവർന്നത് സെപ്റ്റംബറിലാണ്. അധിക നാൾ കഴിഞ്ഞില്ല. കോഴിക്കോട്ട് നിന്ന് അങ്കമാലിയിലേക്ക് KSRTC ബസ്സിൽ യാത്ര ചെയ്ത ജ്വല്ലറി ജീവനക്കാരന്റെ കയ്യിൽ നിന്ന് 1 കോടി രൂപയുടെ സ്വർണം മോഷ്ടിച്ചു. സ്വർണം വാങ്ങാനെന്ന വ്യാജേന സ്വർണ്ണ തൊഴിലാളികളെ വിളിച്ചു വരുത്തി 600 ഗ്രാം സ്വർണം കവർന്ന സംഭവം ഉണ്ടായി. പൊന്ന് മാത്രമല്ല, പകൽ വെളിച്ചത്തിൽ പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ ആളെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ നേർദൃശ്യങ്ങൾ നമ്മൾ കണ്ടത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലുമാണ്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായി ഒരു ചോദ്യമുയരും: യാത്ര ചെയ്യാൻ പേടിക്കണം. വിശദാംശങ്ങളുമായി വിപിൻ സി വിജയൻ, സൂരജ് സജി, നിഖിൽ പ്രമേഷ് എന്നിവർ. ആദ്യം സൂരജ് സജിയിലേക്ക്. സൂരജ്, ഇപ്പോൾ ഈ പെരിന്തൽമണ്ണയിലൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവം, അത് ജ്വല്ലറി ഉടമകളാണ്. അവർ ജ്വല്ലറിയിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക്, ഒരുപക്ഷെ ജ്വല്ലറിയിൽ സുരക്ഷ കുറവായതുകൊണ്ടാകാം, വീട്ടിലേക്ക് സ്വർണം കൊണ്ടുപോകും. അപ്പോൾ ഇത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ നടന്ന ഒരു കവർച്ച എന്ന തരത്തിലേക്ക് പോലീസ് കുറച്ചുപേരെ പിടികൂടി, പ്രതികളെ മറ്റു ചിലരെ പിടികൂടാനുണ്ട് എന്നതാണല്ലോ. സൂരജ്, കേൾക്കാമോ? പെരിന്തൽമണ്ണയിലാണ് നിരത്തിൽ ജ്വല്ലറി ഉടമകളെ അവർ സ്വർണം കൊണ്ടുപോവുകയായിരുന്നു, അവരെ കവർച്ച ചെയ്തത്. ആ സംഭവം, അതിലെ പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. എന്നാൽ ഇത് ആദ്യ സംഭവമല്ല. കഴിഞ്ഞ 2 മാസത്തിനിടെ നടക്കുന്ന 3ാമത്തെ സംഭവം എന്ന തരത്തിലാണിത്. നിരത്തിൽ നടക്കുന്നതാണ്. കൂടുതലായും സ്വർണ്ണ കവർച്ച എന്ന തരത്തിലേക്കാണ്. സൂരജ്, പറയൂ. അനുജ, തൃശ്ശൂരിന്റെ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സ്വർണ്ണ കവർച്ചകളെല്ലാം തന്നെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ പാലക്കാട് അതിർത്തിയിലാണ്. ഇത് പ്രധാന പാതയാണ്. ഇന്നലെ പെരിന്തൽമണ്ണയിൽ നിന്ന് ഈ സ്വർണം തട്ടിച്ചുകൊണ്ട് ഈ സംഘം അവിടെ നിന്ന് പോയതിനു ശേഷം തൃശ്ശൂരിലേക്ക് ഇവർ കടന്നു എന്നുള്ളതാണ് രാത്രി 12 മണിയോടുകൂടി പോലീസിന് ലഭിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പോയിന്റിലടക്കം പോലീസിന്റെ പെട്രോളിംഗ് നടന്നു. പക്ഷേ ആ വാഹന പരിശോധനയിൽ ഒന്നും അവരെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പകരം അവർ പെരുമ്പിലാവ് വഴി കുന്നംകുളത്തേക്ക് എത്തി അവിടെ നിന്ന് ചാവക്കാട് എത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പിന്നീട് തൃശ്ശൂർ സിറ്റി പോലീസിന്റെ ലിമിറ്റിലേക്ക്, ഈസ്റ്റ് പോലീസിന്റെ ലിമിറ്റിലേക്ക് എത്തുന്ന സമയത്താണ് ഈ സംഘത്തിൽപ്പെട്ട 4 പേർ പിടിയിലാകുന്നത്. പക്ഷേ ഇവരിൽ നിന്ന് സ്വർണം കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. പോലീസ് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ വിവര കൈമാറ്റം നടന്നിട്ടുണ്ട്. അതായത് ഈ ജ്വല്ലറി ഉടമയുമായി ബന്ധപ്പെട്ട ഈ സ്വർണം കൊണ്ടുപോകുന്നതുമായി അറിയാവുന്ന ഒരാൾ ഈ സംഘത്തിൽപ്പെട്ടവർക്ക് ഈ വിവരം കൃത്യസമയത്ത് ചോർത്തി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കവർച്ചയും മറ്റ് സംഭവങ്ങളും എല്ലാം നടന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും സംഘത്തിലെ 4 പേർ ഇവിടെ നിന്ന് പിടിയിലായിട്ടുണ്ട്. അവരെ ഇപ്പോൾ പെരിന്തൽമണ്ണയിലേക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തുടർച്ചയായി തൃശ്ശൂർ മണ്ണുത്തി ഹൈവേയിൽ കവർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ്.